വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റും. അതൊരു വിശ്വാസം എന്നൊരു സ്നേഹനിർഭരമായ വിശ്വാസമായിരിക്കണം. ഞാനിതിങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ നമ്മുടെ വിശുദ്ധ നാട്ടിൽ ചെന്നപ്പോഴേ ഒരു വല്ലാത്ത പ്രതിസന്ധി ചെന്ന് ചാടി. ഒന്നാമതിൽ അവിടെയൊക്കെ ഞാൻ ആദ്യം പോയ, അപ്പം നമ്മുടെ യാത്രയിലെല്ലാം നമ്മൾ തീർത്ഥയാത്രയാണ്, നമ്മളെല്ലാ സമയത്തും പ്രാർത്ഥിക്കും. ജപമാല കയ്യിൽ നിന്ന് മാറ്റാതെ തന്നെയാണ് ഉറങ്ങുന്നവരെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക ഒരു അനുഭൂതിയാണ് പ്രത്യേകം. പക്ഷേ ഈ ദാവീദിൻ്റെ പഴയ ജെറുസലേമിലെ ദാവീദിൻ്റെ കുടീരത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ ഈ ഗ്രൂപ്പ് 10-30 പേർ കൂടിയാണ് പോണേ. ദാവീദിൻ്റെ കുടീരത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. കാര്യം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവിടെ നല്ല സുഗന്ധം, പുരാതനമായ കുന്തിരിക്കത്തിൻ്റെയും വേറെ എന്തോക്കെ ധൂപത്തിൻ്റെ നല്ല സുഗന്ധമാണ് എല്ലാ സമയത്തും ഇങ്ങനെ അവർ വീശിക്കൊണ്ടിരിക്കണം, നമ്മൾ ധൂപിക്കുന്ന പോലെ തന്നെ. അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ആടി നിന്നുകൊണ്ട് അവിടുത്തെ സൂക്ഷിപ്പുകാരായിട്ടുള്ള പുരോഹിതന്മാർ ഹെബ്രായ ഭാഷയിൽ തന്നെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ദാവീദിൻ്റെ കാലത്ത് മനസ്സ് എത്തപ്പെട്ട പോലെയൊക്കെ തോന്നും. ഞങ്ങൾ ആ സമയത്ത് ഏറ്റവും മുമ്പിൽ പോയിരുന്നുകൊണ്ട് ജപമാല ചെല്ലുകയായിരുന്നു. കാരണം തുടർ യാത്രയെല്ലാം ജപമാലയാണ് ചെല്ലണത് കൊണ്ട് പിന്നെ ജപമാല തന്നെ ഏത് സമയത്തും അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടും ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ജപമാല ചൊല്ലി ഈ പ്രാർത്ഥനയോട് ചോദിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സമയം പോയി അറിഞ്ഞില്ല. ഞങ്ങളെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴേ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെ ആരെയും കാണാനില്ല. അത് പെട്ടെന്നൊന്ന് ഞെട്ടി. കാര്യം വെച്ച് കഴിഞ്ഞാൽ പഴയ ജെറുസലേമാണ്.
അതിൻ്റെ വഴികളെല്ലാം ഇങ്ങനെ വലിയ 12 അടി 16 അടി ഉയരമുള്ള കെട്ടിടങ്ങളുടെ മതിൽ തന്നെയാണത്. അല്ലാതെ പ്രത്യേകം മതിലായിട്ടില്ല. അത് നമ്മൾക്ക് നടക്കാൻ ഉള്ള ഒരു 8 അടിയൊക്കെ കാണത്തുള്ളൂ. 8 അടി അല്ലെങ്കിൽ കൂടി പോയാൽ 10 അടിയൊക്കെ കാണത്തുള്ളൂ. ചിലയിടത്ത് മാത്രമേ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 വണ്ടികൾ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഘട്ടമായി. കാര്യം നമ്മുടെ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവർ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മിസ് ചെയ്ത് പോവുകയാണെങ്കിൽ നേരെ ഹോട്ടലിലേക്ക് പോയേക്കണം, വേറെ കണ്ടുകെടുത്തിക്കാനും ഒന്നും നടക്കുമെന്ന് തോന്നണില്ല. കാര്യം അത് അങ്ങനെയാണ് എൻ്റെ അറേഞ്ച്മെൻറ്റ്. കാര്യം വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു സ്ഥലം കഴിയുമ്പോൾ എല്ലാം ടൈം ഷെഡ്യൂൾ അല്പം തെറ്റിയ എല്ലാം കൺഫ്യൂഷൻ ആകുന്ന കാരണം 1-2 പേരൊക്കെ തെറ്റിച്ചാൽ നേരെ ഹോട്ടലിലേക്ക് വരാനേ പറയത്തുള്ളൂ. പക്ഷേ ഹോട്ടലിലേക്ക് പോകുന്നത് 90 കിലോമീറ്റർ അകലെയാണ്. തന്നെ ആ ദിവസം മൊത്തം പ്രോഗ്രാം പോകും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വിശദമായിട്ട് ചെന്നിട്ട് 5-8 സ്ഥലം നമുക്ക് സ്പേസ് ഒരു ദിവസത്തെ ഷെഡ്യൂളെല്ലാം പോകും. അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട്. പിന്നെ ഹോട്ടലിൽ തന്നെ ഞാൻ മൊബൈൽ ഈ യഥാർത്ഥ വണ്ടിയെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി മൊബൈൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിജയകുമാറാണ്. വിജയകുമാറിൻ്റെ റോമിംഗ് ഉണ്ട്. ഞാൻ നിങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ അതിൻ്റെ ഇതും പോയി, റോമിംഗ് അല്ല അതിൻ്റെ ചാർജ് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയെന്നർത്ഥം. ഇങ്ങനെ ജീവിതത്തിൽ പെട്ടുപോകുന്ന സമയമുണ്ട്. പെട്ടുപോകുമ്പോഴാണ് നമ്മൾക്ക് എന്തൊരു വിശ്വാസം ദൈവത്തിലുണ്ട് എന്ന് നമുക്ക് ദൈവം തന്നെ നമ്മളെ അനുസ്മരിപ്പിച്ച് തരണ ഒരു സമയമാണ്. അപ്പോൾ സാറിനോട് ചോദിച്ച്, വിജയകുമാർ എന്നോട് ചോദിച്ച്, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭാഷ അറിയത്തില്ല. കാര്യം അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഭാഷ നമുക്കറിയാം. ഇംഗ്ലീഷൊക്കെ അറിയാം, പക്ഷെ അതില്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ദിക്കും അറിയാൻ പാടില്ല. നടന്നാണ് പോകേണ്ടത്. ഞങ്ങളുടെ വണ്ടി എവിടെയും ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. അവിടെ ചെന്ന് തെക്കും അറിയാൻ പാടില്ല, വടക്കും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. വണ്ടി ഒരു 50 അല്ല ഒരു കിലോമീറ്റർ അകലെ റോഡ് സൈഡിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ഒരു ഊടുവഴി കൂടി നടന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. കാര്യം എല്ലായിടത്തും വഴിയാണ്. വഴിയല്ലാതെ വേറെ ഒന്നുമില്ല, സ്ഥലങ്ങളില്ല. അപ്പോഴേ എന്ത് ചെയ്യുമെന്നറിയാൻ വഴി ദിക്കറിയത്തില്ല, കൺഫ്യൂഷനായി. ഇനി വണ്ടി വിട്ടുപോയാൽ അതും പ്രശ്നം, എല്ലാം പ്രശ്നം. അമ്മ ജനിച്ച് വളർന്ന സ്ഥലമാണിത്. ഞങ്ങളിവിടെ പുതിയ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ദിക്കും അറിയാൻ പാടില്ല, ഭാഷ അറിയാൻ പാടില്ല. അപ്പോൾ അമ്മയ്ക്കറിയാം ഈ സ്ഥലം എവിടെയൊക്കെയാണെന്ന്. ഇതെൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് സ്വകാര്യമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലേ സ്നേഹനിർഭരമായ വിശ്വാസം എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിജയകുമാരോട് ഞാൻ പറഞ്ഞു, സാർ ജപമാല എടുക്ക്, നമ്മൾ ഒരുമിച്ച് ജപമാല ചെല്ലും, കിട്ടണ ദിക്ക് നമ്മൾ പോകും. 5ാമത്തെ ദിവസം ചെല്ലുമ്പോൾ അമ്മ നമ്മൾ റോഡിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, കൊണ്ടുവരിക, നമ്മൾ തിരിച്ച് കൊണ്ടുവരാം. അമ്മയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്കും വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ എത്തിച്ചിരിക്കും. നമുക്ക് വേറെ ആരിലും നമ്മൾ ആശ്രയിക്കണില്ലല്ലോ. ഞങ്ങൾ ജപമാല ചെല്ലി നല്ല 40 ഡിഗ്രി ചൂടാവിടെ, വേർത്തൊലിച്ച് പോവുകയാണ്. എങ്കിലും പക്ഷേ കറക്റ്റ് ജപമാല ചെല്ലി 5ാം രഹസ്യത്തിലെത്തിയപ്പോൾ കൃത്യമായിട്ട് നമ്മൾ റോഡ് സൈഡിലെത്തി. നമ്മൾ ശരിക്കും എനിക്ക് വിസ്മയം തോന്നി. കാര്യം അമ്മ ഈ വാക്കെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും ദൈവം ഇത് കേൾക്കുന്നുണ്ട്, ദൈവം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും, പക്ഷെ ദൈവം ഇത് കേൾക്കുന്നുണ്ടോ, ദൈവം ശ്രദ്ധിക്കുന്നുണ്ടോ? പൊട്ടക്കണൻ്റെ അവിടെ കൊള്ളണേ അങ്ങനെ ദൈവത്തെ അറിയാം. ഇവൻ എന്നെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, ഇവൻ എന്നെ സ്നേഹിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. ആ പ്രാർത്ഥനയുടെ ക്വാളിറ്റി പ്രോബ്ലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്നേഹനിർഭരമായ വിശ്വാസമാണ്. സ്നേഹത്താൽ ഇപ്പോൾ ഗലാത്യർ നമ്മൾ 5:6 പറയത്തില്ലേ, ഇപ്പോൾ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമാണ്. ഞങ്ങളുടെ വിഷയം തീർന്നില്ല. ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് സാറിന് വിസ്മയമായി. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി വണ്ടി അവിടെ ഇല്ല. വണ്ടി അപ്പത്തിന് പോയില്ലേ. ഒന്നാമത്തിൽ 64 ഫീറ്റ് റോഡാണ്, 64 അടി റോഡാണ്. അപ്പോൾ 3 റൂട്ട് അതിൻ്റെ ഇടയ്ക്ക് നടുക്കൂടി ബസ്സിന് പോകാൻ, അങ്ങോട്ട് പോകാൻ, 3 റൂട്ട് ബസ്സിന് ഇങ്ങോട്ട് വരാൻ, പിന്നെ ഇങ്ങനെ കാറിന് പോകാൻ, കാർ ഇങ്ങോട്ട് വരാൻ. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ മിന്നി മാറണ പോലെ ഇങ്ങനെ ഇരിക്കും. വണ്ടി മിന്നി മാറുന്ന പോലെ ഇരിക്കും. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ടൗണല്ലേ, സിറ്റി അല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാ? അടുത്ത കൺഫ്യൂഷൻ. അടുത്ത വണ്ടി ഏതാണ്? വണ്ടിയുടെ കളർ എങ്ങനെ ഇരിക്കും? ഓരോ ദിവസവും ഓരോ വണ്ടിയാണ്. ഓരോ ദിവസവും ഓരോ വണ്ടിയാണ്.
അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഇങ്ങനെ വണ്ടി മിസ് ചെയ്യാൻ പോണ കാര്യം നമുക്കറിയാമോ? വണ്ടിയുടെ ഒന്നും നോക്കത്തില്ല, കയറിയിരിക്കും. പക്ഷേ ഇപ്പോൾ പണിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടിയാണെന്ന് പോലും നമുക്കറിയാൻ പാടില്ല, നമ്പർ അറിയാൻ പാടില്ല, നമ്മുടെ ഫോൺ നമ്പർ ഇല്ല, ഒന്നുമില്ല. ഇതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് വേർത്ത് പോകും. അപ്പോഴേ ഞാൻ സാറിനോടും, സാറേ വണ്ടി അമ്മ കാണിച്ചു തരണമല്ലോ, അമ്മ വണ്ടി കാണിച്ചു തരണമല്ലോ നമ്മൾക്ക്, അല്ലപ്പോൾ നമുക്ക് വേറെ എന്താ മാർഗം? അപ്പോൾ ഞങ്ങൾ ഉടനെ ടാക്സി വിളിച്ചിട്ട് ടാക്സി കയറിയിരുന്നു. ടാക്സി കയറിയിരുന്നപ്പോഴും ടാക്സിക്കാരൻ ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഗോ ഫോർത്ത് എന്ന് പറഞ്ഞു. ഗോ ഫോർത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വാ വിളിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പുള്ളി കേട്ടിട്ടില്ല. എല്ലാവരും ടാക്സിയിൽ കയറി ഇരുന്നിട്ട് പറയണത് സ്ഥലമല്ലേ പറയണത്, നമുക്ക് സ്ഥലം അറിയത്തില്ലല്ലോ. വണ്ടി എവിടെയാണെന്ന് അറിയാൻ പാടില്ല, ദിക്കറിയാൻ പാടില്ല, ഒന്നും പറയാനറിയാൻ പാടില്ല. മുമ്പോട്ട് പോകാൻ പറയണ അയാളോട്. അയാളൊരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് ഓടിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് എങ്ങോട്ട് ഓടിക്കണമെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു ഗോ ഹെഡ് എന്ന് പറയുന്നുണ്ട്. അയാൾ 2 ഇന്ത്യൻ ഭ്രാന്തന്മാർ കയറി ഇതിൻ്റെ അകത്ത് ഇരിക്കണ പോലെ അയാൾക്ക് തോന്നിയത്. അയാൾ വണ്ടി നിർത്തി, ഇങ്ങനെ കാശ് എടുക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കാശ് തരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് 1700 രൂപ. അപ്പോൾ 5 മിനിറ്റ്, ഒരു 1.5 കിലോമീറ്റർ ഓടിച്ചപ്പോൾ തന്നെ 1700 രൂപ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥലവും അറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കാശ് കുറേ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ്, ബിജുകുമാർ എന്നോട് ചോദിച്ചു കാശ് കുറേ പോകും. ഞാൻ പറഞ്ഞു കാശ് പോകത്തില്ല. കാര്യം ഈ 5 രഹസ്യം നമ്മൾ ഈ ടാക്സിയിൽ ചെല്ലുമ്പോൾ അമ്മ വണ്ടി കാണിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അതായത് ഞാൻ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോഴേ, ഒരു ലെഫ്റ്റിൻ്റെ എയറായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ ഒരു മാർഗമില്ലാതെ നിൽക്കുമ്പോഴേ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. വണ്ടിയുടെ 10,000-കണക്കിന് വണ്ടി, ഒരു 2-3 രഹസ്യം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറ്റ്, ബ്ലാക്ക്, റെഡ് എന്നും പറഞ്ഞ് ഒരു വണ്ടിയുടെ ഡിസൈൻ. അതെ, നമ്മുടെ ഉള്ളിൽ ദർശനം എന്നൊക്കെ പറയല്ലേ, നമ്മളൊക്കെ അനുഭവിച്ച് നോക്കണം. വഴി അതായത് പ്രെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറ്റ്, ബ്ലാക്ക്, റെഡ് എന്ന് പറഞ്ഞ് പുറത്തിങ്ങനെ സിയൊക്കെ മാർക്കിൽ 2-3 ഒരു വാഹനം കണ്ട്. അപ്പോൾ എൻ്റെ മനസ്സത് കുറിച്ചിട്ട് ഈ വാഹനമായിരിക്കും. പക്ഷെ ഞാൻ ആ വണ്ടി രാവിലെ കണ്ടില്ലേ, ഇപ്പം മനസ്സിൽ ഈശോ കാണിച്ചു തന്നതാണ്. ദൈവമേ 5-ാമത്തെ രഹസ്യത്തിലെത്തിയപ്പോൾ കറക്റ്റായിട്ട് ഈ വണ്ടിയുടെ പുറകുവശം കണ്ട്. ഞാൻ സാറേ അതാണ് വണ്ടിയെന്ന് തോന്നണമെന്ന് പറഞ്ഞു. ഉടനെ ആ വണ്ടിക്കാരോട് പറഞ്ഞു ഞങ്ങൾ എൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞു, എൻ്റെ ബിസൈഡായിട്ട് നിർത്താൻ പറഞ്ഞു. നിർത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വിസ്മയമായിപ്പോയി. അതെന്നെ വണ്ടി. 5 രഹസ്യം. എൻ്റെ മക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത്? വേറെ ഒരു ഓപ്ഷനും ഇല്ലാതെ വരുന്ന ഒരു സമയത്ത്, അതായത് മിറക്കിൾ എന്നല്ലാതെ, അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ എന്തിനുള്ള ചാൻസാണ് ഉണ്ടാകുന്നത്? ഒരു മിറക്കിളിനുള്ള ചാൻസാണ് ഉള്ളത്. നിൻ്റെ ജീവിതത്തിന് ദൈവവേദനയെ എന്നെ ശ്രവിക്കുമ്പോൾ എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഈ ജീവിതത്തിൻ്റെ അവസ്ഥ, ഈ പ്രശ്നം നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ എന്നെപ്പോലെ ദൈവത്തെ സ്നേഹിച്ച് വിശ്വസിച്ച്, എൻ്റെ കർത്താവ് എൻ്റെ അധ്വാനം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥകളെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ജോഷുവ 24:13 ഓർക്കണം. എന്താണ്? അധ്വാനിക്കാത്ത ഭൂമി നിനക്ക് തരാൻ, പണിയാത്ത പട്ടണം തരാൻ വേണ്ടി കർത്താവ് നിന്നെ വിളിക്കുകയാണ് വേദനയുടെ കാലത്തിലൂടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിലെ ദൈവം എങ്ങനെ ബൈബിൾ കാലത്ത് എന്നതുപോലെ ഈ കാലങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ അത് കേട്ട് വിശ്വസിക്കാനും ഇപ്പോഴുള്ള ഈ വിശ്വാസത്താൽ ആത്മശക്തി നേടുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ പേര് ലൈസി സെബിസൺ. ഇത് എൻ്റെ മകൾ കാർമൽ നമിത. ഞാൻ വരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ഞാൻ ജൂലൈ മാസം 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്നും ലഭിച്ച തൈലവും തിരിയും സാധാരണ പോലെ തന്നെ ഞാൻ നടയിൽ വെച്ചു. അധികം വിശ്വാസമൊന്നും തോന്നിയില്ല. ഓഗസ്റ്റ് മാസം ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകളുടെ തൊണ്ടയിൽ എല്ല് കുടുങ്ങുകയും ശ്വാസതടസ്സം അനുഭവപ്പെട്ട് മരണവെപ്രാളം പോലെ അനുഭവപ്പെടുകയും ചെയ്തു. കുഞ്ഞ് പറഞ്ഞു, മമ്മി എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, എന്നെ ഉടനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാർക്കിച്ച് തുപ്പുവാൻ പറഞ്ഞു. തുപ്പിയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നേരിയ ബ്ലഡിൻ്റെ വരുന്നത് കണ്ട് ഹസ്ബൻഡ് ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായി ഡ്രസ്സ് മാറി. ഞാൻ വേഗം തന്നെ കുഞ്ഞിനെയുമായി നടയിൽ വന്ന്
വെഞ്ചരിച്ച ആ ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞിൻ്റെ തുണ്ടയിൽ പുരട്ടുകയും മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, നീ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണമേ എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി തീരും മുമ്പ് തന്നെ കുഞ്ഞ് പറഞ്ഞു, മമ്മി, എൻ്റെ തൊണ്ടയിൽ നിന്നും എന്തോ പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അനുഭവപ്പെട്ടത് കുഞ്ഞിനെ പഴയ പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്തു. അങ്ങനെ ആക്കി തന്ന അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നല്ല സാക്ഷ്യമാണ് കേട്ടത്. കാരണം ആ സെക്കൻഡിന് അവർ പെട്ടെന്ന് അവർക്ക് ബോധ്യം കിട്ടണം. കാര്യം അവർ മരിക്കാൻ പോകുന്ന കണ്ടീഷനാണ്. പിന്നെ ആശുപത്രി വരെ എത്താൻ പറ്റുമോ എന്ന് പോലും അറിയാൻ പാടില്ല. എത്തിയാൽ തന്നെ അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ സമയമുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അത്രയും ഒരു കണ്ടീഷനിലാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവാണ് അവർക്ക് തോന്നിച്ചിരിക്കുന്നത്. അവർ നടന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ചെയ്ത തൈലം, ഒരു വെണ്ണ വിശുദ്ധ തൈലമുണ്ട്, വിശുദ്ധ തൈലം എടുത്ത് പെട്ടെന്ന് പെരട്ടുകയാണ്. ആ സെക്കൻഡിനെ അസ്ഥി കഷ്ണം താഴേക്ക് വീണ് ആവാശയിലോട്ട് പോയി. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാണ്. എനിക്കതാണല്ലോ സംഭവിച്ചത്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് മനസ്സിലായതല്ലേ. ഒന്ന് നമുക്കൊരു ഡെഡ് എൻഡാണ്, ഡെഡ് എൻഡിൽ ഇരുട്ടാണ്. ആ സമയത്ത് അവരെ വിളിച്ച് ഇന്നത് ചെയ്യാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ അവസാനത്തിൽ ദൈവം തന്നെ കൊണ്ടുപോയി നിന്നെ പൊക്കിക്കൊണ്ടേ വെക്കുമെന്ന്. അതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. നല്ലവനായ ഈശോയെ, തക്ക സമയത്ത് ഞങ്ങൾക്ക് വഴി 14:6 യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. കർത്താവേ, അത് സത്യമാണ്. ജനകോടികളുടെ ജന്മാന്തരങ്ങളുടെ വിശ്വാസമാണ്. കർത്താവേ, അതേ അനുഭവം ഈ വചനം കേൾക്കുന്ന, ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും ഇപ്പം തന്നെ കൊടുക്കുകയും പ്രതിസന്ധികളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ സംഗീതം കേൾക്കുമ്പോൾ, ഈ പാട്ട് കേൾക്കുമ്പോൾ, സംഗീത ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ എല്ലാം അതേ പരിശുദ്ധാത്മ നിറവും അവിടെ പ്രതിസന്ധികൾക്കെല്ലാം അതിജീവിക്കാനുള്ള ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേട്ട സാക്ഷ്യങ്ങളിലൂടെ കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാൻ. ഉയർത്തി കൈയടിച്ചുകൊണ്ട് താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. കരങ്ങളടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാടുകയാണ്. കയ്യുയർത്തി കൈയടിച്ച് കർത്താവിനെ വാഴ്ത്തട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ നന്ദി, ആരാധന. പാടാം, കൈയടിച്ചുകൊണ്ട് പാടാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളില്, ജീവിത സങ്കടങ്ങളില്, ജീവിത ദുരിതങ്ങളുടെ നടുവില്, കർത്താവേ, നട്ടത്തിരിയുന്ന അവസ്ഥകളില്, കർത്താവേ, ഇത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥകളില് പരിശുദ്ധാത്മാവേ ഇടപെടുത്തലോ നന്ദി പറയുന്ന കർത്താവേ, ഈ നിമിഷ പ്രാർത്ഥനയിൽ
പങ്കുചേരുന്നവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവേ സാരോജീവി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസം നിറയ്ക്കണമേ. അവിടെ ജീവിത പ്രതിസന്ധികൾ ഏറ്റെടുക്കണമേ, അവിടെ ജീവിത ദുരിതങ്ങൾ ഏറ്റെടുക്കണമേ. സാക്ഷ്യം പറയുവാണ് പരിശുദ്ധാത്മാവേ, അവിടെ ജീവിതത്തിൽ ഇടപെടണമേ. ഹല്ലേലൂയ. ഓരോ മകൻ സ്പർശിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതേ ചൈതന്യത്തോടു കൂടി നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് കർത്താവേ, ഭക്തിയുടെ സ്നേഹനിർഭരമായ ഭക്തിയുടെ കർത്താവേ, വലിയ ശക്തിയെ കർത്താവെ അങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ചെറിയട്ടെ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ കർത്താവെ, അനേകായിരങ്ങൾ കർത്താവെ നിന്റെ തിരുസന്നിധാനത്തിൽ പ്രണമിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണേ ഈശോയെ. കർത്താവെ, സുവിശേഷ പ്രഭാഷണ സമയത്ത് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ സാധ്യതയുടെ ഒരു സാധ്യതയുമില്ല കർത്താവെ, ഒരു വഴിയുമില്ല, മുന്നോട്ട് പോകാൻ പറ്റണില്ല ഈശോയെ. സാമ്പത്തികമായ ബാധ്യതകളുള്ളവരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ കർത്താവ് പല മരുന്നുകളും പല ചികിത്സാവിധികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവ് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും എവിടെ പോകണമെന്ന് പോലും ആരോട് ചോദിക്കണമെന്ന് പോലും കർത്താവെ മാർഗമില്ലാതെ കർത്താവെ തകർന്നിരിക്കുന്ന മക്കൾ ഈശോയെ അങ്ങനെ ദിവസമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഈശോ. ഈശോ ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ. ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവെ. കണ്ണുനീരോടെയാണ് അവർ വരണത്, ഞാനവരെ ആശ്വസിപ്പിച്ച് കർത്താവെ നയിക്കുമെന്ന് കർത്താവെ. ജെറമ്യാ ലേഖനം കർത്താവെ ഇപ്പോഴും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ അങ്ങ് കണ്ണുനീരോടെ വരുന്നവരെ കർത്താവെ അങ്ങ് ആശ്വസിപ്പിക്കണം കർത്താവെ. ഈശോ നീയാണ് ഉത്തരമെന്ന് കർത്താവെ ഈ പ്രഭാഷണത്തിലൂടെ കർത്താവെ നീ വ്യക്തമാക്കിയ കർത്താവെ നീയാണ് ഉത്തരമെന്ന് കർത്താവെ. ആ കർത്താവെ സാക്ഷ്യത്തിലുള്ള കർത്താവെ ഞങ്ങൾക്ക് നീ പ്രകടമാക്കി തന്നത് കർത്താവെ. അതേ കർത്താവ് ജീവിത സാഹചര്യത്തെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി കർത്താവ് ദേശാന്തരങ്ങൾ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന 10,000 കർത്താവെ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധി കർത്താവെ ഒരു വഴിക്ക് വേണ്ടി കർത്താവെ ഒരു വിടുതലിന് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കണം ഈശോ. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവെ ദിവ്യകാരുണ്യത്തോട് നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എന്നെ ശ്രമിക്കുന്ന അനേകം മക്കൾ ഈ നിമിഷങ്ങൾ കർത്താവിൻ്റെ ശക്തി പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ രോഗപീഡിതര് ഈശോ ജീവിത പ്രയാസങ്ങളിൽ സങ്കടപ്പെടുന്നവർ അനേകം മക്കൾ കർത്താവ് ഈ നിമിഷം കർത്താവ് ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ കർത്താവ് ഇനി വിശ്വാസ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ നിമിത്തം കർത്താവ്
വിശ്വാസം കർത്താവെ തകർന്നു പോയവർ പോലും കർത്താവെ വിശ്വാസത്തിൽ കർത്താവെ പാളിച്ച സംഭവിച്ചവർ പോലും മക്കൾ കർത്താവെ അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവെ. ഇപ്പോഴും കർത്താവെ ഈ ആരാധനയുടെ ദിവ്യശക്തിയാൽ മാരക രോഗങ്ങള് തീരവേദനകള് ജീവ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ സ്തുതിയുടെ ഹല്ലേലൂയ അറിയാൻ പാടില്ലാതെ കർത്താവേ ഞങ്ങളുടെ തിരുസന്നിധി കർത്താവേ കർത്താവേ ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിലെ 6:6 പ്രാർത്ഥിക്കുന്നു കർത്താവേ, എന്ത് ചെയ്യണമെന്ന് കർത്താവേ അവനെ അറിയാമായിരുന്നുവെന്ന് ഈശോയെ. അത് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾക്കറിയത്തില്ല ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് കർത്താവെ. അങ്ങയുടെ വചനത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ. ഹെബ്രായർ 4:2 വിശ്വസിക്കുന്നു കർത്താവെ. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവരതിൽ വിശ്വസിച്ചില്ല എന്ന് കർത്താവെ. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു കർത്താവെ. ഈ വചനം ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടുകൊണ്ട് കർത്താവെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ജീവിത ഇപ്പോഴത്തെ ദുർഘട സന്ധികളിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവെ നിനക്കറിയാം കർത്താവെ. ആ അറിവിനാ കർത്താവെ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ മനോവിഷമത്തിൽ കഴിയുന്നവര് ശാരീരിക രോഗങ്ങളാൽ ഇനി നിനക്ക് കർത്താവിന്റെ ജീവിത സാന്നിധ്യത്തിന്റെയും കൂട്ടായ്മയുടെ മുമ്പിലെ നിനക്കിത് ഇപ്പൊ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം സാക്ഷ്യം വഹിക്കാൻ നിന്നെ പ്രാപ്തനാക്കും എന്നുള്ള അതീവ വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവെ, നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന ദൈവം നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി മനമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവേ ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് സാത്രാഭിഷേക ശുശ്രൂഷയിലെ വിശ്വാസത്തോടെ പങ്കുചേരുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാക്ഷ്യം പറയുമാർ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രദേശങ്ങളിൽ പ്രഭാഷണം ആഗ്രഹിക്കുന്നു കർത്താവെ. IELTS എക്സാം എഴുതുന്നവര്, നെറ്റിന്റെ എക്സാം എഴുതുന്നവര്, വിദേശ ജോലി ആഗ്രഹിക്കുന്നവര്, രോഗങ്ങൾ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് ഈശോയെ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.